2017 ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ചിരവൈരികളായ പാകിസ്ഥാനെതിരെ ഒറ്റയ്ക്ക് പോരാടിയിട്ടുണ്ട് ഹാർദിക്. അന്ന് ഇന്ത്യ തോറ്റു. ഹാർദിക് മാത്രം ആ നിരയിൽ ജയിച്ചു. മോശം ഫോമും പരിക്കുകളും പിന്നെ അയാളെ വലച്ചുകൊണ്ടിരുന്നു. 2018 ഏഷ്യ കപ്പിൽ പാകിസ്ഥാനെതിരെ പരിക്കേറ്റ ഹാർദിക്കിനെ സ്ട്രെച്ചറിലാണ് കൊണ്ടുപോയത്. തുടരെ ശസ്ത്രക്രിയകളും വിശ്രമവും. പിന്നീട് 2 വർഷത്തോളം ക്രിക്കറ്റിൽ അയാളെ കണ്ടില്ല. ഇതിനിടെ കോഫി വിത്ത് കരൺ പരിപാടിയിലെ വിവാദങ്ങളെ തുടർന്ന് സസ്പെൻഷൻ ഉൾപ്പെടെ നേരിടേണ്ടിയും വന്നു. അപ്പോഴൊക്കെ പല ഓൾറൗണ്ടർമാരെ ഇന്ത്യ പരീക്ഷിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഹാർദിക്കിനെ പോലെ ലക്ഷണമൊത്ത ഒരാളെ എവിടെയും കിട്ടിയില്ല. പിന്നീട് മുംബൈയും ഹാർദിക്കിനെ കൈയൊഴിഞ്ഞു. പുതുമുഖ ടീമായ ഗുജറാത്ത് ടൈറ്റൻസിനൊപ്പം ചേർന്ന ഹാർദിക്കിനെ അവർ ക്യാപ്റ്റനാക്കി. ആദ്യ സീസണിൽ കിരീടം നേടിക്കൊണ്ടാണ് ഹാർദിക് വിമർശകരുടെ വായടപ്പിച്ചത്. 2ാം സീസണിലും ഫൈനലെത്തിയെങ്കിലും ചെന്നൈയോട് പരാജയപ്പെട്ടു. തിരികെ വീണ്ടും മുംബൈയിലേക്ക്. രോഹിത് ശർമ്മയെ മാറ്റി ക്യാപ്റ്റനാക്കി. മുംബൈയുടെ പ്രിയപുത്രനെ വെട്ടിയതിൽ ആരാധകരോഷം അണപൊട്ടി. സോഷ്യൽ മീഡിയയിലും ഗ്രൗണ്ടിലും പ്രതിഷേധമാളിക്കത്തി. പാണ്ഡ്യയ്ക്ക് നേരെ കൂക്കുവിളികൾ നിരന്തരമായി. ഒരു മത്സരത്തിനിടെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയ നായയെ നോക്കിവരെ ആരാധകർ ഹാർദിക് ഹാർദിക് എന്ന് വിളിച്ചു. ആ സീസണിൽ ടീമിനും അദ്ദേഹത്തിനുമൊന്നും ചെയ്യാനായില്ല. പക്ഷേ അതേ വാങ്കഡയിൽ ലോകകപ്പ് നേടി ഹാർദിക് പിന്നീട് തിരിച്ചു വന്നു. ബാർബഡോസിലെ കെന്നിംഗ്ടൺ ഓവലിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ നിർണായക ഓവർ എറിഞ്ഞ് മത്സരം ഇന്ത്യക്ക് അനുകൂലമാക്കിയത് ഹാർദിക് ആയിരുന്നു. മത്സരശേഷം കൊച്ചുകുട്ടിയെപ്പോലെ ഹാർദിക് കരഞ്ഞു. ചാമ്പ്യന്മാർക്ക് വാങ്കഡയിലൊരുക്കിയ സ്വീകരണത്തിൽ കയ്യടികൾ അത്രയും ഹാർദിക്കിനായിരുന്നു. ഒരിക്കൽ നായയോട് പോലും ഉപമിച്ച് അധിക്ഷേപിച്ച ഹാർദിക്കിന്റെ രാജകീയ തിരിച്ചുവരവ്. ഇതിനിടെ സ്വകാര്യ ജീവിതത്തിൽ വലിയ വെല്ലുവിളികളിലൂടെയായിരുന്നു ഹാർദിക് കടന്നുപോയത്. സെർബിയൻ മോഡലായ നടാഷ സ്റ്റാൻകോവിച്ചുമായുള്ള വിവാഹബന്ധം വഷളായി. കഴിഞ്ഞ വർഷം ഇരുവരും വിവാഹമോചിതരുമായി. ബോളിവുഡ് നടിയും മോഡലുമായ മഹിക ശർമ്മയാണ് ഹാർദിക്കിന്റെ പുതിയ കൂട്ട്. ഒരുമിച്ചുള്ള ചിത്രങ്ങൾ ഇരുവരും ഇൻസ്റ്റയിൽ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ദുബായിൽ നടന്ന ഏഷ്യ കപ്പ് മത്സരം കാണാനായി മഹിക ഒരിക്കൽ ഗാലറിയിൽ ഉണ്ടായിരുന്നു. ഇന്ത്യ ചാമ്പ്യന്മാരായ ഇപ്പോഴും കിരീടം കയ്യിൽ കിട്ടാത്ത ആ ഏഷ്യ കപ്പിലാണ് ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയ്ക്ക് എന്ന് പരിക്കേൽക്കുന്നത്. ഇതിനിടെ പാകിസ്ഥാനെതിരായ ഫൈനൽ, ഓസ്ട്രേലിയക്കെതിരായ ഏകദിന 2020 പരമ്പരകളെല്ലാം ഹാർദിക്കിന് നഷ്ടമായി. സ്പിൻ ഓൾറൗണ്ടേഴ്സ് ഉണ്ടെങ്കിലും മീഡിയം പേസ് ഓൾറൗണ്ടറെ തേടി ഇന്ത്യ അലഞ്ഞു. ശിവം ദുബെയെയും നിതീഷ് കുമാർ റെഡ്ഡിയെയും എല്ലാം ഇന്ത്യ പരീക്ഷിച്ചെങ്കിലും പാണ്ഡ്യയെ പോലൊരു മാച്ച് വിന്നിംഗ് ത്വര ഉള്ള കംപ്ലീറ്റ് പാക്ഡ് ആയ ഒരു താരത്തെ നമ്മൾ മിസ് ചെയ്തു. ലോകകപ്പിന് മുമ്പ് ബാക്കിയുള്ളത് 2 പരമ്പര മാത്രമാണ് ഇന്ത്യക്ക്. തിരിച്ചുവരവ് മറ്റാരെക്കാളും ഹാർദിക്കിനായിരുന്നു ആവശ്യവും. ലോകകപ്പിന് മുമ്പ് കളിക്കാനുള്ളത് 10 2020 മത്സരങ്ങൾ മാത്രം. ഹാർദിക് ഉണ്ടെങ്കിൽ അത് ഇന്ത്യൻ ടീമിന് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. അതുപോലൊരു ബിഗ് മാച്ച് പ്ലെയറെയാണ് ഇന്ത്യക്ക് ആവശ്യവും. തുടർച്ചയായ പരീക്ഷണങ്ങളുടെ സമയത്ത് ഒരിക്കൽ ഹാർദിക് സോഷ്യൽ മീഡിയയിൽ എഴുതിയിരുന്ന വാചകം ഇങ്ങനെയായിരുന്നു: തിരിച്ചടികളെക്കാൾ മഹത്തരമാണ് തിരിച്ചുവരവ്. വെൽക്കം ബാക്ക് ചാമ്പ്യൻ.